ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ടെക് പി എസ് സിയുടെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ JCI അല്ലെങ്കിൽ KS കാർഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. നമ്മുടെ ഫോർ എക്സാമ്പിൾ JCIയുടെ ഒക്കെ സിലബസിൽ ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ് ആ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. എന്താണ് മക്കളെ? ആ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്, അതായത് തർക്കങ്ങൾ സെറ്റിൽ ചെയ്യുക അല്ലെ. തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യുക നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു എന്താ പറയുക ഒരു മൊഡ്യൂൾ തന്നെ പഠിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ആർബിട്രേഷൻ അവാർഡ് അല്ലെ, പ്രൊവിഷൻ ആൻഡ് പ്രൊസീജിയേഴ്സ്, അതുപോലെ എക്സിക്യൂഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് അവാർഡ്സുകൾ, വിധി നടപ്പാക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ അപ്പീല് റിവ്യൂ ആൻഡ് റിവിഷൻ, അതോറിറ്റി ഓഫ് അപ്പീൽ, ട്രിബ്യൂണൽ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് ആ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്പീൽ റിവിഷൻ റിവ്യൂ, അപ്പീൽ റിവിഷൻ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 13 പറയുന്നതാണ്, ലോയിൽ വരുന്ന പാർട്ടാണ് കേട്ടോ. ഇതിൽ നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. വരാൻ പോകുന്ന JCI ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ KS കാർഡ് ബാങ്കിന്റെ പരീക്ഷ ആയിക്കോട്ടെ, ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ്. കഴിഞ്ഞ കേരള ബാങ്കിനും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള JCIയിലൊക്കെ ഈ ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കിയാലോ. ഇപ്പൊ നമ്മുടെ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ വീണ്ടും മനസ്സിലാക്കുക. ചാപ്റ്റർ 13 പറയുന്നത് കേട്ടോ. ചാപ്റ്റർ 13 അപ്പീല് റിവിഷൻ റിവ്യൂ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്നാലും വളരെ വിശദമായിട്ട് ആ ഒരു ചാപ്റ്റർ അങ്ങ് ഡിസ്കസ് ചെയ്യാം. ചാപ്റ്റർ 13 അപ്പീൽ റിവിഷൻ ആൻഡ് റിവ്യൂ. അവിടെ സെക്ഷൻ 81 മുതൽ 87 വരെ പഠിക്കാനുണ്ട്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ കാര്യങ്ങൾ വളരെ ചിട്ടയോടുകൂടി പഠിച്ച് മുൻപോട്ട് പോകണം. ചുമ്മാ അവയിൽ പോലെ പഠിക്കാതെ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ഈ ഒരു ചാപ്റ്റർ നമുക്കൊരു ബോർ ഏരിയ ആണ് ഉള്ള കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടാണ് അല്ലെ. ഇത് പൊതുവെ അത്ര കുട്ടികൾക്ക് അത്ര ഇഷ്ടമുള്ള ഒരു ഏരിയ അല്ല ഈ ഡിസ്പ്യൂട്ട്, ട്രിബ്യൂണൽ, ഓഫൻസ് ആൻഡ് പെനാൽറ്റി എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. നമുക്ക് മാക്സിമം ഇതിനെ രസകരമായിട്ട് തന്നെ പഠിക്കാം. മാക്സിമം നമുക്ക് രസകരമായിട്ട് പഠിക്കാം. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് തർക്കങ്ങളെ കുറിച്ച് നമ്മുടെ ഈ മൊഡ്യൂളിൽ തന്നെ വരുന്ന കാര്യമാണ്. ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ അതിനെ കുറിച്ച് പറഞ്ഞു തരാം. ഈ ഡിസ്പ്യൂട്ടിനെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലെ. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ തർക്കങ്ങളാണ്. തർക്കങ്ങൾ ഉടക്കം എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ തന്നെ ആ തർക്കങ്ങളാണ്. ഇവിടെ ഈ തർക്കങ്ങളെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. തർക്കങ്ങളെ എന്താണ് 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. തർക്കങ്ങളെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതില് ധനപരമായ തർക്കം അല്ലെങ്കിൽ മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. ധനപരമായ തർക്കം അല്ലെങ്കിൽ മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്നും, അതോടൊപ്പം എന്താണ് ധനപരമല്ലാത്ത തർക്കം അല്ലെങ്കിൽ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്നും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ധനപരമായ തർക്കം, ധനപരമല്ലാത്ത തർക്കം. പണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അല്ലെങ്കിൽ എന്താണ് പറയുക പണവുമായി ബന്ധപ്പെടാത്ത മറ്റു തർക്കങ്ങൾ. അപ്പം ഇവിടെ മനസ്സിലാക്കണം, ധനപരമായ തർക്കമാണെങ്കിൽ നമ്മൾ ആ കേസുമായിട്ട് പോകുന്നത് രജിസ്ട്രാറിന്റെ മുൻപാകെയായിരിക്കും. അല്ലേ? ധനപരമായ തർക്കമാണെങ്കിൽ രജിസ്ട്രാറിന്റെ മുൻപാകെയും, ഇനി ധനപരമല്ലാത്ത തർക്കമാണെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ മുൻപാകെയായിരിക്കും നമ്മൾ കേസ് കൊണ്ടുപോവുക. ഞാൻ എടുത്തു തരും കേട്ടോ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ധനപരമായ തർക്കമാണെങ്കിൽ രജിസ്ട്രാറിന്റെ മുൻപാകെയും, ധനപരമല്ലാത്ത തർക്കമാണെങ്കിൽ ആർബിട്രേഷൻ കോടതിയുടെ മുൻപാകെയാണ് നമ്മൾ ഈ കേസ് കൊണ്ടുപോവുക. സെക്ഷൻ 69 പ്രകാരമാണ്, വകുപ്പ് 69. അപ്പൊ അങ്ങനെ ഒരു കേസ് അവരുടെ മുൻപാകെ ചെല്ലുമ്പോൾ അവരെന്ത് ചെയ്യും, ഒരു കേസ് വന്നാൽ അതിന്മേൽ നമ്മൾ വിധി പ്രഖ്യാപിക്കണ്ടേ. ഞാൻ കോടതിയാണ് അല്ലെങ്കിൽ ഞാൻ രജിസ്ട്രാറാണ്, എന്റെ മുൻപാകെ ഒരു കേസ് വരുമ്പോൾ ഞാനത് പഠിച്ച് അതിന്മേൽ വിധി പ്രഖ്യാപിക്കുക എന്നാണ് പറയുക. വിധി പ്രഖ്യാപിക്കണം. അപ്പം സെക്ഷൻ 70 പ്രകാരമായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു, രജിസ്ട്രാർ ആയിക്കോട്ടെ, ധനപരമായ തർക്കമാണെങ്കിൽ രജിസ്ട്രാർ, ധനപരമല്ലാത്ത തർക്കമാണെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി, ആരും ആയിക്കോട്ടെ ഈ വിധി പ്രഖ്യാപിക്കും. സെക്ഷൻ 70 പ്രകാരമായിരിക്കും വിധി പ്രഖ്യാപിക്കുക. ക്ലിയർ ആക്കണേ. സെക്ഷൻ 70 പ്രകാരമായിരിക്കും വിധി പ്രഖ്യാപിക്കുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അവിടെ പഠിക്കാനുള്ള കാരണം, അങ്ങനെ ഒരു വിധി വരുമ്പോൾ, ഇപ്പൊ ഏതൊരു വിധി ആയിക്കോട്ടെ, ഒരു വിധി വരുമ്പം അവിടെ ആ വിധിയിൽ തൃപ്തനായ ഒരാളുണ്ടാവും അല്ലെ. ആർക്കാണോ വിധി അനുകൂലമായി വന്നിട്ടുള്ളത് ആ വ്യക്തി അതിൽ തൃപ്തനായിരിക്കും അല്ലെ. അതൃപ്തനായ വ്യക്തിയും കാണും. അതായത് ഒരു വിധി ഒരാൾക്ക് പ്രതികൂലമായാണ് വരുന്നതെങ്കിൽ ആ വിധിയിൽ അദ്ദേഹം അതൃപ്തനാണ്, തൃപ്തനല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പ്രതികൂലമായിട്ടൊരു വിധി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും ഇതിന്റെ മുകളിൽ എവിടെ പോകാം,
ശരിയല്ലേ? ഇതിനെതിരെ എവിടെ അപ്പീലും കൊണ്ട് പോകാം? അങ്ങനെ ചിന്തിക്കുമല്ലോ. ഇപ്പൊ സെക്ഷൻ 70 പ്രകാരം പുറപ്പെടുവിക്കുന്ന വിധിക്കെതിരെ നമ്മൾ അപ്പീലുമായി പോകുന്നത് ആരുടെ മുൻപാകെയാണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്ക് നമുക്ക് ട്രിബ്യൂണലിന്റെ മുൻപാകെയാണ്. ആരുടെ മുൻപാകെയാണ്? ട്രിബ്യൂണലിന്റെ മുൻപാകെയാണ്. അപ്പൊ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ അപ്പീൽ പോകുന്ന ഒരു അതോറിറ്റിയാണ്, ഒരു അധികാരിയാണ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെയല്ലോ? അപ്പം സെക്ഷൻ 81 പറയുന്നു എന്താണ്? ട്രിബ്യൂണൽ അല്ലെങ്കിൽ ട്രൈബ്യൂണൽ, പലരും പല രീതിയിലായിരിക്കും പ്രൊനൗൺസ് ചെയ്യുക. ഇപ്പൊ ട്രിബ്യൂണൽ സെക്ഷൻ 81 പറയുകയാണ്. ഇവിടെ പറയുന്നുണ്ട്, ദ ഗവൺമെന്റ് ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ. അപ്പം ആരാണ് ട്രിബ്യൂണലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത് അതിന്റെ 1ാമത്തെ പോയിന്റിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഇതെല്ലാം പഠിക്കണം. സെക്ഷൻ 81 ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 81 ആ ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നു. ആരാണ് ട്രിബ്യൂണലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കാം അല്ലേ? അതായത് ഓർത്ത് വെച്ചേക്ക, ഒരു ട്രിബ്യൂണലിനെ രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ആണ്. ദ ഗവൺമെന്റ് ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ. അപ്പം ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരാളെ ഉണ്ടാവുള്ളൂ. ഓർത്ത് വെച്ചാൽ സെക്ഷൻ 81 ട്രിബ്യൂണൽ. സെക്ഷൻ 81 പ്രകാരം ഗവൺമെന്റ് ആണ് ഒരു ട്രിബ്യൂണലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ രൂപീകരിക്കുന്നത്. ട്രിബ്യൂണൽ ഒരു സിംഗിൾ മെമ്പർ ആയിരിക്കും കേട്ടോ. എന്താണ്? ഒരു സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ അല്ലെങ്കിൽ ഏകാംഗം സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ ആണെന്ന് ഓർത്ത് വെച്ച് ഒറ്റ ഒരാളെ ആ ഒരു പൊസിഷനിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ വീണ്ടും പഠിക്കുക, ദ ഗവൺമെന്റ് ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ. എന്തിനു വേണ്ടിയാണ്? ടു എക്സർസൈസ് ദ പവേഴ്സ് ആൻഡ് ഡിസ്ചാർജ് ദ ഫങ്ഷൻസ് കൺഫേർഡ് ഓൺ ട്രിബ്യൂണൽ അണ്ടർ ദിസ് ആക്ട്. അപ്പൊ ഈ നിയമപ്രകാരം ട്രിബ്യൂണൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഫങ്ഷൻസുകൾ, പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? അധികാരങ്ങൾ ഉപയോഗിക്കാനോ വിനിയോഗിക്കാനോ അല്ലെങ്കിൽ ആ ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഒരു സിംഗിൾ മെമ്പർ ട്രിബ്യൂണലിനെ അപ്പോയിന്റ് ചെയ്യുന്നു. ക്ലിയർ ആകുന്നുണ്ടോ? ഗവൺമെന്റ് ഒരു സിംഗിൾ മെമ്പർ ട്രിബ്യൂണലിനെ അപ്പോയിന്റ് ചെയ്യുന്നു. ഗവൺമെന്റ് ഈ നിയമപ്രകാരം ട്രിബ്യൂണലിന് നൽകിയിട്ടുള്ള അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനും കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനും ഏകാംഗ ട്രിബ്യൂണൽ രൂപീകരിക്കേണ്ടതാണ്. പഠിച്ചു. സെക്ഷൻ 81 ട്രിബ്യൂണൽ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സിംഗിൾ മെമ്പർ ആണ്. 1ാമത്തെ സബ്സെക്ഷനിൽ പഠിക്കുന്നതാണ്. ഇനി 2ാമത് പറയുകയാണ്, കാണുന്നവനെയും കേൾക്കുന്നവനെയും വഴി കൂടെ പോകുന്നവനെയും പിടിച്ച് ട്രിബ്യൂണലിലായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ഒരു നിശ്ചിത യോഗ്യതയുള്ള വ്യക്തിയായിരിക്കണം. അതാണ് പറയുക, പേഴ്സൺ ഷാൽ നോട്ട് ബി ക്വാളിഫൈഡ് ഫോർ അപ്പോയിന്റ്മെന്റ് ആസ് എ മെമ്പർ ഓഫ് ദ ട്രിബ്യൂണൽ. നിങ്ങൾ ഇവിടെ നെഗറ്റീവിനാണ് പറയുക, പക്ഷെ നമ്മൾ അതിനെ പോസിറ്റീവ് ആക്കിയാൽ മതി. ഓക്കെ, ഇവിടെ പറയുകയാണ് ജില്ലാ ജഡ്ജി റാങ്കിൽ അല്ലെ ആ ട്രിബ്യൂണൽ അൺലെസ് ഹി ഈസ് ഓർ ഹാസ് ബീൻ ഹോൾഡിംഗ് ദ പോസ്റ്റ് ഓഫ് എ ഡിസ്ട്രിക്ട് ജഡ്ജ് ഇൻ ദ സ്റ്റേറ്റ് എന്നാണ് പറയുക. അതായത് സംസ്ഥാനത്ത് ജില്ലാ ജഡ്ജിയുടെ തസ്തികയിൽ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ ജോലി ചെയ്തിട്ടുള്ളതോ ആയ വ്യക്തിയെ അല്ലാതെ മറ്റൊരാളെയും ട്രിബ്യൂണലായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റാർക്കും ട്രിബ്യൂണൽ ആകാനുള്ള യോഗ്യതയില്ല. നിങ്ങൾ ഇവിടെ പറയുന്നത് പോലെ പഠിക്കേണ്ട. ട്രിബ്യൂണൽ ആകണമെങ്കിൽ അദ്ദേഹത്തിന്റെ യോഗ്യത ഒരു ജില്ലാ ജഡ്ജി ആയിരിക്കണം, ഡിസ്ട്രിക്ട് ജഡ്ജ് എന്നോർത്താൽ മതി. അപ്പം ഡിസ്ട്രിക്ട് ജില്ലാ ജഡ്ജി തസ്തിക റാങ്കിലുള്ള വ്യക്തിയെ മാത്രമേ ട്രിബ്യൂണലായിട്ട് ഗവൺമെന്റിന് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് മനസ്സിലായി. ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ 81 പ്രകാരം ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒറ്റ ഒരാളെ ഉള്ളൂ. അദ്ദേഹത്തിന്റെ യോഗ്യത അദ്ദേഹം ജില്ലാ ജഡ്ജി ആയിരിക്കണമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനിയാണ് പറയുക, ടേം, സാലറി ആൻഡ് അലവൻസസ് ആൻഡ് അതർ കണ്ടീഷൻസ് ഓഫ് സർവീസസ് ഓഫ് ദ മെമ്പർ ഷാൾ ബി സച്ച് ആസ് മേ ബി ഡിസൈഡഡ് ഫ്രം ടൈം ടു ടൈം എന്നാണ് പറയുക. അതായത് ഈ ട്രിബ്യൂണലായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി അല്ലെ, എന്താ പറയുക, ടൈം, ഔദ്യോഗിക കാലാവധി, പിന്നെ ശമ്പളം എത്രയാണ്, അല്ലെങ്കിൽ മറ്റ് അലവൻസുകൾ അല്ലെ, എത്രയാണ് അലവൻസുകൾ വരിക തുടങ്ങി മറ്റ് സേവന വ്യവസ്ഥകൾ എങ്ങനെ വേണം ഇദ്ദേഹം ജോലി ചെയ്യാൻ അല്ലെ, മറ്റ് സേവന വ്യവസ്ഥകളും അതാത് സമയം ഗവൺമെന്റ് തീരുമാനിക്കുന്നതാണ്. അപ്പൊ സമയങ്ങളിൽ ഗവൺമെന്റ് തീരുമാനിക്കുന്നതായിരിക്കും ട്രിബ്യൂണലിന്റെ കാലാവധി, ശമ്പളം, അലവൻസ്. ഇതിന് ട്രിബ്യൂണൽ എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് സമയങ്ങളിൽ പറയുമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ അല്ലേ? സബ്സെക്ഷൻ 4 പറയാണ്,
The government shall make rules for regulating the procedure and disposal of the business of the tribunal. അല്ലെ, ട്രിബ്യൂണലിന്റെ കാര്യനിർവഹണ നടപടിക്രമങ്ങൾ സംബന്ധിച്ച ചട്ടങ്ങൾ സർക്കാർ രൂപീകരിക്കുന്നതാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് തുടങ്ങിയ നടപടിക്രമങ്ങൾ എന്താണ്, എങ്ങനെയൊക്കെയാണ് അദ്ദേഹം കേസുകളൊക്കെ വന്നാൽ അല്ലെങ്കിൽ അപ്പീലൊക്കെ വന്നാൽ അതിന്മേൽ വിധി പ്രഖ്യാപിക്കേണ്ടത്, അല്ലെ, നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് ആര് പറയും? ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ, റൂൾസുകൾ എന്ത് ചെയ്യുന്ന പറയുക, റൂൾസുകൾ മേക്ക് ചെയ്യും, ചട്ടങ്ങൾ രൂപീകരിക്കും. എങ്ങനെയാണ് ട്രിബ്യൂണൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചട്ടങ്ങൾ രൂപീകരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ അവിടെ പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓർത്ത് വയ്ക്കുക. സെക്ഷൻ 81 ട്രിബ്യൂണൽ ആണേ. ഗവൺമെന്റ് ആണ് ട്രിബ്യൂണലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ പഠിച്ചേ. അടുത്ത പോയിന്റാണ് എന്താണ്, സിംഗിൾ മെമ്പർ, ഒറ്റ ഒരാളെ കാണുള്ളൂ ട്രിബ്യൂണലായിട്ട്. പഠിച്ചല്ലോ. ഇനി പറഞ്ഞ അദ്ദേഹത്തിന്റെ യോഗ്യത എന്താണ്? ജില്ലാ ജഡ്ജി റാങ്കിൽ ഉള്ളതോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നതോ ആയ വ്യക്തിയായിരിക്കണം. പഠിച്ചു. അത്രയും പോയിന്റ് മാത്രം 81 നിന്ന് പഠിച്ചാൽ മതി. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ശമ്പളം, അലവൻസുകൾ, സർവീസുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ഗവൺമെന്റ് സമയാസമയങ്ങളിൽ തീരുമാനിക്കും. നമ്മൾ അതിനകത്ത് തല പോയിക്കേണ്ട കാര്യമില്ല. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയോടെ? അപ്പം രണ്ടാമത് പറയുന്നത് അപ്പീൽ ടു ട്രിബ്യൂണലിലേക്ക്, അല്ലെ, ട്രിബ്യൂണലിലേക്കുള്ള അപ്പീൽ ടു ട്രിബ്യൂണൽ. അപ്പം ഞാൻ പറഞ്ഞു ഏതോ ഒരു കാര്യത്തിനെതിരെയാണല്ലോ ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീൽ പോവുക. സെക്ഷൻ 70 പ്രകാരമുള്ള വിധിക്കെതിരെയാണ് പ്രധാനപ്പെട്ടതായിട്ടും ട്രിബ്യൂണലിന്റെ മുൻപാകെ നമ്മൾ അപ്പീൽ പോകും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അതായത് ട്രിബ്യൂണലിന് മുൻപാകെ അപ്പീലിന് പോകുന്നത് ഏതൊക്കെ വിധിക്കെതിരെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ തീരുമാനങ്ങൾക്കെതിരെയാണ് നമ്മൾ ട്രിബ്യൂണലിന്റെ അടുത്തേക്ക് എന്താണ് അപ്പീലിന് കൊണ്ടുപോകുന്നത്. ഒന്നാമത് പറയാണ് ആൻ അവാർഡ് ഓഫ് ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി അല്ലെങ്കിൽ ആർബിട്രേഷൻ കോഡ് അണ്ടർ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 70. അപ്പം വകുപ്പ് 70 ഉപവകുപ്പ് 1 പ്രകാരമുള്ള കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ വിധിക്കെതിരെ, ഇപ്പൊ കോടതി വിധി അല്ലെ, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി ഒരു വിധി പ്രഖ്യാപിക്കുകയാണ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി എന്ത് തരം കേസുകളിലായിരിക്കും വിധി പ്രഖ്യാപിക്കുക? ഓർത്ത് വെച്ചേക്കാൻ, നോൺ മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്, ധനപരമല്ലാത്ത തർക്കങ്ങൾ. ധനപരമല്ലാത്ത തർക്കങ്ങളിലാണ് ആര് വിധി പ്രഖ്യാപിക്കുന്നത്? ഓർത്ത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി വിധി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അങ്ങനെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി പ്രഖ്യാപിക്കുന്ന ഒരു വിധിയിൽ തൃപ്തനല്ലാത്ത ഒരാൾക്ക് സെക്ഷൻ 82 പ്രകാരം ട്രിബ്യൂണലിന്റെ മുൻപാകെ എന്ത് സമർപ്പിക്കാം? അപ്പീല് സമർപ്പിക്കാമെന്ന് ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത് പറയുകയാണ്, അത് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, കാരണം അതിപ്പോൾ നിലവിലില്ല. ഓക്കെ, ഈ രണ്ടാമത്തെ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, അതുകൊണ്ട് അത് പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഞാൻ വായിച്ചു നോക്കാൻ, ഓർഡർ ഓഫ് ദ രജിസ്ട്രാർ മെയ്ഡ് അണ്ടർ ക്ലോസ് 2 ഓഫ് സബ്സെക്ഷൻ 8 ഓർ ക്ലോസ് 2 ഓഫ് സബ്സെക്ഷൻ 9 ഓഫ് സെക്ഷൻ 14. ഇപ്പോൾ അതില്ല കേട്ടോ, അതൊക്കെ എടുത്ത് കളഞ്ഞു. ഇപ്പോൾ അതൊന്നും നിലവിലില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതൊക്കെ 2013 എടുത്ത് നീക്കം ചെയ്ത് 2013, പക്ഷെ ഇപ്പോഴും ഇതിൻ്റെ അത് കിടപ്പുണ്ട്, നമ്മുടെ നിയമത്തിൽ കിടപ്പുണ്ട്. പക്ഷെ ഇപ്പോൾ ആ സംഭവം ഇല്ലാത്തതുകൊണ്ട് അത് പഠിക്കണ്ട. ഇനി മൂന്നാമത് പറയുകയാണ്, എനി ഡിസിഷൻ ഓഫ് ദ രജിസ്ട്രാർ മെയ്ഡ് അണ്ടർ സബ്സെക്ഷൻ 6 ഓഫ് സെക്ഷൻ 70. ഇപ്പൊ സെക്ഷൻ 70 സബ്സെക്ഷൻ 6 പ്രകാരമുള്ള രജിസ്ട്രാറിന്റെ തീരുമാനങ്ങൾക്കെതിരെ കേട്ടോ, രജിസ്ട്രാറിന്റെ എനി ഡിസിഷൻ എന്നാ പറയുക. എനി ഡിസിഷൻ എന്നാ പറയുക. ഓർത്ത് വെച്ചേക്കുക, രജിസ്ട്രാറിന്റെ തീരുമാനത്തിനെതിരെ. ഇപ്പൊ സെക്ഷൻ 70 സബ്സെക്ഷൻ 6 പ്രകാരം രജിസ്ട്രാർ ഒരു വിധിയല്ല, രജിസ്ട്രാറിന് വിധി എന്ന് പറയാൻ പറ്റില്ല. രജിസ്ട്രാർ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ തീരുമാനത്തിൽ തൃപ്തനല്ലാത്ത വ്യക്തിക്ക് എന്ത് ചെയ്യാം? പറയുന്നുണ്ട്, ട്രിബ്യൂണലിന് മുൻപാകെ അപ്പീലുമായിട്ട് പോകാമെന്ന് ഓർത്തു വെച്ചേക്കുക. ഇപ്പൊ രജിസ്ട്രാർ എന്ത് തരം കാര്യങ്ങളിലായിരിക്കും വിധി തീരുമാനങ്ങൾ എടുക്കുക? അത് മോണിറ്ററി ഡിസ്പ്യൂട്ടിലായിരിക്കും കേട്ടോ. ധനപരമായിട്ടുള്ള തർക്കങ്ങളിലായിരിക്കും രജിസ്ട്രാർ തീരുമാനങ്ങൾ കൈക്കൊള്ളുക. അതിനെതിരെ സെക്ഷൻ 82 പ്രകാരം ട്രിബ്യൂണലിന്റെ മുൻപാകെ എന്തിനു പോകാം? അപ്പീലിന് പോകാമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനിയും പറയാണ്, എനി ഡിസിഷൻ അണ്ടർ സബ്സെക്ഷൻ 6 ഓഫ് സെക്ഷൻ 70 ഓഫ് ദ പേഴ്സൺ ഇൻവെസ്റ്റഡ് വിത്ത് പവർ ഇൻ ദാറ്റ് ബിഹാഫ് ബൈ ദ ഗവൺമെന്റ്. അപ്പൊ നമ്മൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. സെക്ഷൻ 69 പ്രകാരം അല്ലെ, സെക്ഷൻ 69 പ്രകാരം രജിസ്ട്രാർ ആണ് അത് കേട്ടോ. സെക്ഷൻ 69 പ്രകാരം രജിസ്ട്രാറിന് മുൻപാകെ ഒരു കേസ് കൊണ്ട് പോവുകയാണ്. എന്ത് തരം കേസായിരിക്കും?
മോണിറ്ററി ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ധനപരമായ തർക്കമായിരിക്കുമല്ലോ. സെക്ഷൻ 69 പ്രകാരം ഈ രജിസ്ട്രാറിന്റെ മുൻപാകെ ധനപരമായ തർക്കം കൊണ്ട് നമ്മൾ പോവുകയാണ്. ഇപ്പൊ രജിസ്ട്രാറിന്റെ മുൻപിൽ 3 ഓപ്ഷൻസുകളുണ്ട്. അതൊന്ന് പഠിച്ചിരിക്കുക. രജിസ്ട്രാറിന്റെ മുൻപിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രജിസ്ട്രാറിന് തന്നെ സ്വമേധയാ വിധി പ്രഖ്യാപിക്കാം അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാം. ഒരു കേസ് രജിസ്ട്രാറിന് മുൻപാകെ വന്നാൽ ഫസ്റ്റ് ബൈ ഹിംസെൽഫ് രജിസ്ട്രാറിന് സ്വമേധയാ ആ ഒരു തർക്കത്തിൽ തീരുമാനമെടുക്കാം. ഇനി രജിസ്ട്രാറിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേറെ ഒരു വ്യക്തിയെ ആർബിട്രേറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യുക, അല്ലേ? വേറൊരു വ്യക്തിയെ ആർബിട്രേറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ഈ കേസ് ആ വ്യക്തിക്ക് കൊടുക്കുക. അങ്ങനെ നീ ഇതിന്മേൽ തീരുമാനം എടുക്കണേന്ന് പറഞ്ഞ് എന്താണ് ഒരു ആർബിട്രേറ്ററിനെ അപ്പോയിന്റ് ചെയ്യാം. പുറത്ത് വെച്ചേക്കുക, രജിസ്ട്രാറിന് ഒരു ആർബിട്രേറ്ററിനെ അപ്പോയിന്റ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാം. രണ്ടാമത് പറഞ്ഞാൽ ഒരു ആർബിട്രേറ്ററെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ഈ കേസ് കൈമാറി കൊടുക്കാം. മൂന്നാമത് പറയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ആരെയെങ്കിലും അധികാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ആരെയെങ്കിലും അധികാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിലേക്കും ഈ കേസ് കൈമാറി കൊടുക്കാം. ഇപ്പോൾ ഓർത്ത് വെച്ചേക്കാം, ഒന്നെങ്കിലും സ്വമേധയാ തീരുമാനം എടുക്കാം, അല്ലെങ്കിൽ പറയുകയാണ് ഒരു ആർബിട്രേറ്ററെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിലേക്ക് കേസ് കൈമാറി കൊടുക്കാം. മൂന്നാമത് പറയാണ് ഗവൺമെന്റ് ഇതിലേക്ക് ആരെയെങ്കിലും അപ്പോയിന്റ് ചെയ്യുക. അത് ഇങ്ങനത്തെ കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ആരെങ്കിലും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിലേക്ക് ഈ കേസ് കൈമാറി കൊടുക്കുക. അങ്ങനെ 3 ഓപ്ഷൻസ് രജിസ്ട്രാറിന്റെ കൈവശമുണ്ട്. ഇപ്പൊ പറയാണ്, നോക്കിയ പേഴ്സൺ ഇൻവെസ്റ്റഡ് വിത്ത് എ പവർ ഇൻ ദാറ്റ് ബിഹാഫ് ബൈ ദ ഗവൺമെന്റ്. പറയാണ് അവിടെ പറയുന്നത് എന്താണ്, എന്തിനെതിരെ കൊടുക്കാന്ന് പറയുക. അതായത് രജിസ്ട്രാറിന് മുൻപാകെ പോയൊരു കേസ് രജിസ്ട്രാർ ഗവൺമെന്റ് അധികാരപ്പെടുത്തിയ ഒരു വ്യക്തിയിലേക്ക് കൈമാറി കൊടുത്തു, അല്ലെ? ഒരു മോണിറ്ററി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിന്മേൽ ആ വ്യക്തി ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ അതിന്മേൽ, അതായത് ഈ വ്യക്തി ഈ വന്ന കേസ് രജിസ്ട്രാർ ഇപ്പൊ ഇദ്ദേഹത്തിന് കൈമാറി കൊടുത്തു വെച്ച് ഈ വ്യക്തി ഒരു തീരുമാനം എടുത്തെങ്കിൽ അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ 82 പ്രകാരം ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീലിന് പോകാം. ഇനി പറയാണ്, അല്ലെങ്കിൽ രജിസ്ട്രാർ കൈമാറി ഈ ആർബിട്രേറ്ററിന് കൈമാറി കൊടുത്തു എന്ന് വിചാരിക്കുക. ആർബിട്രേറ്റർ എടുത്ത തീരുമാനത്തിനെതിരെയും നമുക്ക് എവിടെയാണ് അപ്പീലും കൊണ്ടുപോവുക, അതും നമ്മുടെ ട്രിബ്യൂണലിന്റെ മുൻപാകെ. അതാ പറയാം, ഇനി അവാർഡ് ഓഫ് ദ ആർബിട്രേറ്റർ അണ്ടർ സബ്സെക്ഷൻ 6 ഓഫ് സെക്ഷൻ 70 മേ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾക്കെതിരെ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ സെക്ഷൻ 70 പ്രകാരമുള്ള അവാർഡ് അല്ലെങ്കിൽ ഓർഡർ അല്ലെങ്കിൽ ഡിസിഷൻ, ഇതിനെതിരെയാണ് സെക്ഷൻ 82 പ്രകാരം ട്രിബ്യൂണലിന് മുൻപാകെ എന്തിനു പോകുന്നത്, അപ്പീലും കൊണ്ട് പോകുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഇനി പഠിപ്പിക്കാൻ പോകുന്ന കാര്യം മനസ്സിലാക്കണം. ഇനിയും പറയാണ്, മേ വിതിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് ഡിസിഷൻ ഓർ അവാർഡ് ആസ് ദ കേസ് മേ ബി. ഇപ്പൊ നമ്മൾ എന്നാണ് ഈ അപ്പീൽ കൊടുക്കേണ്ടത്? നമുക്ക് ഇഷ്ടമുള്ളപ്പോഴല്ല, നമുക്ക് തോന്നുന്ന സമയത്ത് അപ്പീൽ കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്നുണ്ട്, രജിസ്ട്രാർ ആയിക്കോട്ടെ, ആർബിട്രേറ്റർ ആയിക്കോട്ടെ, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇതിലേക്ക് അധികാരപ്പെടുത്തിയ വ്യക്തി ആയിക്കോട്ടെ, ഇവര് തീരുമാനങ്ങളോ അല്ലെങ്കിൽ വിധിയോ പുറപ്പെടുവിച്ച് 60 ദിവസത്തിനകമായിട്ട് ട്രിബ്യൂണലിന്റെ മുൻപാകെ നമ്മൾ അപ്പീലും കൊണ്ട് പോകണം. ക്ലിയർ ആയോടെ? എത്ര ദിവസത്തിനകമായിട്ട് അപ്പീൽ പോകണം നോക്കിയേ, വിതിൻ 60 days. വിതിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് ഡിസിഷൻ ഓർ അവാർഡ്, അല്ലെ? അങ്ങനെ ഒരു വിധിയോ അല്ലെങ്കിൽ ഒരു തീരുമാനമോ വന്ന് 60 ദിവസത്തിനകമായിട്ട് എന്ത് ചെയ്യണം, ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീൽ സമർപ്പിക്കണം. അപ്പീൽ ടു ദ ട്രിബ്യൂണൽ കേട്ടോ, ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീൽ സമർപ്പിക്കണം. ആൻഡ് ദ ട്രിബ്യൂണൽ മേ പാസ് സച്ച് ഓർഡർ ഓൺ ദ അപ്പീൽ ആസ് ഇറ്റ് മേ ഡീം ഫിറ്റ് എന്നാണ് പറയുക. ക്ലിയർ ആയോ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, പറയുന്നുണ്ട്, ഉത്തരവ്, തീരുമാനം അഥവാ വിധി ഇവയുടെ തീയതി മുതൽ 60 ദിവസങ്ങൾക്കുള്ളിൽ യഥാവിധി ട്രിബ്യൂണലിന് അപ്പീൽ ബോധിപ്പിക്കാവുന്നതും, ഓക്കെ, ട്രിബ്യൂണലിന് അപ്പീലിന്മേൽ യുക്താനുസരണം ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതുമാണ്. അപ്പൊ അദ്ദേഹം യുക്തമായിട്ട് ഇതിനെ വളരെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് യുക്തമായിട്ട് അദ്ദേഹം വിധി പ്രഖ്യാപിക്കണമെന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അടുത്ത് പറയാം. അപ്പൊ ഇപ്പൊ കേസ് ആദ്യം നമ്മൾ ഒരു ആർബിട്രേഷൻ കോടതിയുടെയോ അല്ലെങ്കിൽ രജിസ്ട്രാറിന്റെയോ അല്ലെങ്കിൽ ആർബിട്രേറ്റർ എടുത്ത തീരുമാനമോ, അപ്പൊ അതിനെതിരെ അപ്പീൽ കൊടുത്ത് ആരുടെ മുൻപാകെയാണ്? ട്രിബ്യൂണലിന്റെ മുൻപാകെയാണ് നമ്മൾ അപ്പീൽ കൊടുത്തത്, അല്ലെ? ട്രിബ്യൂണലിന്റെ മുൻപാകെയാണ് നമ്മൾ എന്ത് സമർപ്പിച്ചത്? നമ്മൾ അപ്പീൽ സമർപ്പിച്ചത്. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ പറഞ്ഞു, ഒരു വിധി അല്ലെങ്കിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഉത്തരവ് വന്ന് 60 ദിവസം നമ്മൾ ട്രിബ്യൂണലിന്റെ മുൻപാകെ കൊണ്ട് എന്ത് സമർപ്പിക്കണം? അപ്പീൽ സമർപ്പിക്കണം, അല്ലെ? ഇനിയും പറയാണ്, അങ്ങനെ ഒരു അപ്പീൽ ട്രിബ്യൂണലിന്റെ മുൻപാകെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പീൽ ലഭിച്ച് 6 മാസത്തിനകമായിട്ട് ട്രിബ്യൂണൽ ആ അപ്പീലിന്മേൽ എന്ത് ചെയ്തിരിക്കണം? ആ വിധി പ്രഖ്യാപിക്കണമെന്നാണ് പറയുക. ക്ലിയർ ആകുന്നുണ്ടോ?
അല്ലെങ്കിൽ ഉത്തരവ് എന്ത് ചെയ്യുന്നു, പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ പുറപ്പെടുവിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, കഴിഞ്ഞ തവണ ചോദിച്ചതാണ് കേട്ടോ. ട്രിബ്യൂണൽ ഷാൾ അല്ലെ, ദ ട്രിബ്യൂണൽ ഷാൾ പാസ് ആൻ ഓർഡർ അണ്ടർ സബ്സെക്ഷൻ 1 within 6 months, within 6 months with the direction to communicate the copies thereof within 15 days to the parties thereof എന്ന് പറയുന്നുണ്ട്. എന്താ അർത്ഥമാക്കുക? നോക്കിയേ, 6 മാസങ്ങൾക്കകം ട്രിബ്യൂണൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതും അതിന്റെ പകർപ്പുകൾ അല്ലെ, വിധി പകർപ്പുകൾ 15 ദിവസത്തിനകം കക്ഷികൾക്ക് നൽകണമെന്ന് നിർദ്ദേശിക്കാവുന്നതാണ്. ഇപ്പൊ ട്രിബ്യൂണൽ വിധി പ്രഖ്യാപിച്ചിട്ട് പറയും 15 ദിവസത്തിനകമായിട്ട് ഇത് എന്ത് ചെയ്യുക, ഇതിലെ കക്ഷികൾക്ക് അല്ലെ, വാദിഭാഗവും പ്രതിഭാഗവും ഉണ്ടല്ലോ, ഇതിന്റെ കക്ഷികൾക്ക് ഇതിന്റെ ഒരു ഉത്തരവിന്റെ പകർപ്പ് അയച്ചു കൊടുക്കാനും പറയും എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത പറയാണ്, ആൻ ഓർഡർ പാസ്ഡ് ബൈ ദ ട്രിബ്യൂണൽ അണ്ടർ സബ്സെക്ഷൻ 1 ഷാൽ ബി ഫൈനൽ എന്ന് ഓർത്ത് വെച്ചേക്കുക അല്ലെ. ഉപവകുപ്പ് 1 പ്രകാരം ട്രിബ്യൂണൽ പാസ്സാക്കുന്ന ഒരു ഉത്തരവ് ഷാൽ ബി ഫൈനൽ എന്ന് പറഞ്ഞാൽ അന്തിമമായിരിക്കും കേട്ടോ. ഓർത്ത് വെച്ചേക്കുക, അന്തിമമായിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് സെക്ഷൻ 82 പഠിക്കേണ്ടത്. ഓക്കെ, സെക്ഷൻ 82 നമ്മൾ പഠിക്കേണ്ടതായ കാര്യങ്ങളാണ്. നമ്മളിവിടെ വളരെ വിശദമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു പോയിന്റ് പോലും സ്കിപ്പ് അടിച്ചിട്ടില്ല. പ്രോപ്പറായിട്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കണം കേട്ടോ. ഇനി അടുത്തതാണ് 83. ഓക്കെ, 83 അപ്പീൽ ടു അതർ അതോറിറ്റീസ്. ഓക്കെ, എന്താ പറയുക, മറ്റ് അധികാര സ്ഥാനങ്ങളിൽ ബോധിപ്പിക്കുന്ന അപ്പീലുകൾ. അപ്പൊ സെക്ഷൻ 70 ഓർത്ത് വെക്കണം മക്കളെ. സെക്ഷൻ 70 പ്രകാരം വന്ന ഉത്തരവ് അല്ലെങ്കിൽ വിധി അല്ലെങ്കിൽ തീരുമാനം, അതിനെതിരെയാണ് നമ്മൾ സെക്ഷൻ 82 പ്രകാരം എന്തിനു പോയത്, ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീലിന് പോയത് അല്ലെ. അതിനെതിരെ അല്ലേ ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീലിന് പോയത്. ഇവിടെ പറയുകയാണ്, അതല്ലാതെ മറ്റു ചില കാര്യങ്ങളുണ്ട്, അവിടെ ആ സാഹചര്യത്തിൽ നമ്മൾ ആരുടെ മുൻപാകെയാണ് അപ്പീലിന് പോകുന്നതാണ് ഇന്ന് പറയുന്നത്. ഈ സെക്ഷൻ 70 പ്രകാരമുള്ള വിധി അല്ലാത്ത മറ്റു കുറെ കാര്യങ്ങളുണ്ട്, അതിനെതിരെ ആരുടെ മുൻപാകെയാണ് അപ്പീലിന് പോകേണ്ടത്. അതാണ് സെക്ഷൻ 83 പറയുന്നത്, അപ്പീൽ ടു അതർ അതോറിറ്റീസ്. അപ്പീൽ ടു അതർ അതോറിറ്റീസ് നമുക്ക് നോക്കാം. അത് ഈ കാരണങ്ങൾ ഏതൊക്കെയാണ്. ഒന്നാമത് പറയാണ്, ആൻ ഓർഡർ ഓഫ് ദ രജിസ്ട്രാർ മെയ്ഡ് അണ്ടർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 7 റെഫ്യൂസിംഗ് ടു രജിസ്റ്റർ എ സൊസൈറ്റി. അതായത് ഒരു സംഘം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സെക്ഷൻ 6 പ്രകാരം നമ്മൾ RCSന്റെ മുൻപാകെ അപേക്ഷ കൊടുത്തു. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, സെക്ഷൻ 7 പ്രകാരം അല്ലെ, സെക്ഷൻ 7 പ്രകാരം രജിസ്ട്രേഷനെ കുറിച്ച് പറയുക. സെക്ഷൻ 7 സബ്സെക്ഷൻ 2 പ്രകാരം നമ്മുടെ രജിസ്ട്രേഷനുള്ള അപേക്ഷ എന്ത് ചെയ്യുകയാണ്, നിരസിക്കുകയാണെങ്കിൽ അതിനെതിരെ നമ്മൾ അപ്പീൽ പോകുന്നത് സെക്ഷൻ 83 പ്രകാരമായിരിക്കും. എന്താണ് ഞാൻ പറഞ്ഞത്, സെക്ഷൻ 7 പ്രകാരം. എന്താണ് സെക്ഷൻ 7? രജിസ്ട്രേഷൻ ആണ്. ഇപ്പൊ സെക്ഷൻ 7 സബ്സെക്ഷൻ 2 പ്രകാരം നമ്മൾ നൽകിയിട്ടുള്ള അപേക്ഷ അദ്ദേഹം റിജക്ട് ചെയ്തു. സെക്ഷൻ 6 പ്രകാരമാണ് അപേക്ഷ കൊടുക്കുന്നത്. എന്നാൽ സെക്ഷൻ 7 സബ്സെക്ഷൻ 2 പ്രകാരം നമ്മൾ നൽകിയ അപേക്ഷ രജിസ്ട്രാർ നിരസിച്ചു, റിജക്ട് ചെയ്തെങ്കിൽ അതിനെതിരെ നമ്മൾ അപ്പീലും കൊണ്ട് പോകുന്നത് വകുപ്പ് 83 പ്രകാരമായിരിക്കും. ക്ലിയർ അല്ലേ? അതാണ് 83 പ്രകാരം അപ്പീൽ പോകുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നോക്കിയേ, ആൻ ഓർഡർ ഓഫ് ദ രജിസ്ട്രാർ മെയ്ഡ് അണ്ടർ സബ്സെക്ഷൻ 4 ആൻഡ് 6 ഓഫ് സെക്ഷൻ 12 റെഫ്യൂസിംഗ് ടു രജിസ്റ്റർ ആൻ അമെൻഡ്മെന്റ് ഓഫ് ദി ബൈലോ ഓഫ് എ സൊസൈറ്റി. നമ്മുടെ ബൈലോ ഭേദഗതി പ്രാബല്യത്തിൽ വരണം അല്ലെ, ബൈലോ അമെൻഡ്മെന്റ് അല്ലെങ്കിൽ അമെൻഡ്മെന്റ് ഓഫ് ബൈലോ പ്രാബല്യത്തിൽ വരണം എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, അത് രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രാർ എന്ത് ചെയ്യണം, നമ്മുടെ ബൈലോ അമെൻമെന്റ് രജിസ്റ്റർ ചെയ്ത് തന്നെങ്കിൽ മാത്രമേ അത് പ്രാബല്യത്തിൽ വരികയുള്ളൂ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ബൈലോ അമെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അപേക്ഷ സമർപ്പിച്ചു. പക്ഷെ അദ്ദേഹം എന്താണ്, അത് രജിസ്റ്റർ ചെയ്യാതെ നിരസിച്ചെങ്കിൽ നമ്മൾ ബൈലോ അമെൻമെന്റുമായി ബന്ധപ്പെട്ട് ബൈലോ അമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം പൊതുയോഗത്തിലാണല്ലോ അമെൻഡ് ചെയ്യുക. പക്ഷെ അത് പ്രാബല്യത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അത് രജിസ്ട്രാർ നമുക്ക് രജിസ്റ്റർ ചെയ്ത് തരണം. അങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് തരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ആ രജിസ്ട്രാറിന്റെ മുൻപാകെ സമർപ്പിച്ചു നമ്മുടെ ബൈലോ അമെൻമെന്റ് രജിസ്റ്റർ ചെയ്ത് തരാൻ. പക്ഷെ എന്ത് ചെയ്യുകയാണ്, അവിടെ റിജക്ട് ചെയ്തു. ബൈലോ അമെൻമെന്റിനുള്ള അപേക്ഷ, ബൈലോ അമെൻമെന്റ് രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ നിരസിച്ചെങ്കിൽ ഓക്കെ, നമ്മൾ സെക്ഷൻ 83 പ്രകാരമാണ് അപ്പീൽ പോകുന്നത്. ഇനി പറയുകയാണ്, a decision of a society refusing to admit any person as a member of the society or expelling any member of the society. അതായത് പറയുകയാണ്, എന്താണ്, നമ്മൾ ഒരു വ്യക്തിയെ അഡ്മിറ്റ് ചെയ്യുക, ദാറ്റ് മീൻസ് അപേക്ഷ എന്താണ്, മെമ്പർഷിപ്പിനുള്ള അപേക്ഷ കൊടുത്തു, പക്ഷെ അത് റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ നമ്മൾ അപ്പീൽ പോകുന്നത് സെക്ഷൻ 83 പ്രകാരമായിരിക്കും. അല്ലെങ്കിൽ പറയുകയാണ്, സെക്ഷൻ 17 പ്രകാരം ഒരു മെമ്പറിനെ പുറത്താക്കുകയാണെങ്കിൽ, നിലവിലുള്ള ഒരു മെമ്പറിനെ
സെക്ഷൻ 17 പ്രകാരം പുറത്താക്കുകയോ അല്ലെങ്കിൽ സെക്ഷൻ 16 പ്രകാരം നമ്മൾ എന്ത് ചെയ്യുകയാണ്, സംഘം മെമ്പർഷിപ്പ് റിജക്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലേ, ഓർത്ത് വെച്ചേക്കുക, 83 പ്രകാരം അപ്പീലിന് പോകും. ഇനി ഡീൽ പറയണം, നമ്മൾ മനസ്സിലാക്കി പോകണം കാര്യങ്ങൾ. നിങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഏതെങ്കിലും വ്യക്തിയെ സംഘത്തിലെ അംഗമായി ചേർക്കുവാൻ വിസമ്മതിക്കുകയോ അല്ലെങ്കിൽ സംഘത്തിലെ ഏതെങ്കിലും അംഗത്തെ നീക്കം ചെയ്യുകയോ ചെയ്തുകൊണ്ട് സംഘത്തിന്റെ തീർപ്പിന്മേൽ എന്ത് ചെയ്യുന്ന പറയുക, ഇവിടെ പറയാം സെക്ഷൻ 83 പ്രകാരം അപ്പീൽ പോകാം. ഇനിയും അവിടെ ഡീൽ പറയാണ്, an order made by the registrar under section 67 apportioning the cost of inquiry held under section 65 or an inspection made under section 66 എന്നാ പറയുക. എന്താണ് അർത്ഥം നോക്കുക, 65 വകുപ്പ് പ്രകാരം നടത്തിയ ഇൻക്വയറി, സെക്ഷൻ 65 പ്രകാരം നടത്തുന്ന എന്താണ്, ഇൻക്വയറി ബൈ രജിസ്ട്രാർ അല്ലെ, അന്വേഷണം എന്ന് പറയും. അന്വേഷണത്തിന്റെയോ അല്ലെങ്കിൽ സെക്ഷൻ 66 പ്രകാരം നമ്മൾ നടത്തുന്ന സംഭവം എന്താണ്, സെക്ഷൻ 66 പ്രകാരം നടത്തിയ പരിശോധനയുടെ ചെലവ് ഭാഗിച്ചുകൊണ്ട് സെക്ഷൻ 67 വകുപ്പ് പ്രകാരം രജിസ്ട്രാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവിലാണ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. ഇപ്പൊ പറയുന്നുണ്ട് ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ ഇൻക്വയറി ഒക്കെ നടത്തുകയാണെങ്കിൽ അതിന് ചെലവ് വരുമല്ലോ, കോസ്റ്റ് ഉണ്ടല്ലോ. ആ കോസ്റ്റ് സെക്ഷൻ 67 പ്രകാരമായിരിക്കും വീതിച്ചു കൊടുക്കുക. സംഘത്തിനും അഫിലിയേറ്റഡ് സൊസൈറ്റിക്കും ക്രെഡിറ്ററിനും ഒക്കെ ഇടയിലുള്ള വീതിച്ചു കൊടുക്കും. അപ്പൊ അതിൽ തൃപ്തനല്ലെങ്കിൽ അതിനെതിരെ സെക്ഷൻ 83 പ്രകാരം അപ്പീലിന് പോകാം. സെക്ഷൻ 65 പ്രകാരമുള്ള ഇൻക്വയറി, സെക്ഷൻ 66 പ്രകാരമുള്ള ഇൻസ്പെക്ഷൻ, അതുമായി ബന്ധപ്പെട്ട ചെലവ് സെക്ഷൻ 67 പ്രകാരം രജിസ്ട്രാർ വീതിച്ചു നൽകി അപ്പോർഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ തൃപ്തനല്ല, അല്ലെ, ഇപ്പൊ സംഘത്തോട് പറഞ്ഞു നീ ഇത്ര പൈസ അടയ്ക്കണം, സംഘം അതിനെതിരെ വേണമെങ്കിൽ അത്ര പൈസ അടയ്ക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് വേണമെങ്കിൽ അതിനെതിരെ അപ്പീൽ പോകാം സെക്ഷൻ 83 പ്രകാരം. അടുത്തത്, an order of surcharge made by the registrar under section 68. സർചാർജ് നഷ്ടോത്തരവാദിത്വമാണ്. അതായത് ആരുടെയെങ്കിലും പ്രവർത്തനം മൂലം, ജീവനക്കാരായിക്കോട്ടെ, മുൻ ജീവനക്കാരനായിക്കോട്ടെ, കമ്മിറ്റിക്കാരനായിക്കോട്ടെ, മുൻ കമ്മിറ്റിക്കാരൻ ആരും ആയിക്കോട്ടെ, ആരുടെയെങ്കിലും പ്രവർത്തനം മൂലം സംഘത്തിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം ആ വ്യക്തിയിൽ നിന്ന് ഈടാക്കണമെന്ന് പറഞ്ഞ് രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്ന ഓർഡറാണ് സർചാർജ് ഓർഡർ. അപ്പൊ അങ്ങനെ ഒരു ഓർഡർ ഒരാൾക്കെതിരെ വന്നു, ആ വ്യക്തി അതിൽ തൃപ്തനല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക, അതിനെതിരെ സെക്ഷൻ 83 പ്രകാരം അപ്പീലിന് പോവുക. ഇനി സെക്ഷൻ 71 പ്രകാരം രജിസ്ട്രാർ സംഘത്തിന്റെ ഒരു വൈൻഡിങ് അപ്പ് ഓർഡർ ഇട്ടു. സമാപ്തീകരണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. വൈൻഡിങ് അപ്പ് ആൻഡ് ലിക്വിഡേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, പറയാണ് വൈൻഡിങ് അപ്പുമായി ബന്ധപ്പെട്ട്. ഓക്കെ, വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ, ലിക്വിഡേഷൻ അല്ല, വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ. അപ്പൊ വൈൻഡിങ് അപ്പുമായി, സംഘത്തിന്റെ സമാപ്തീകരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സംഘം വൈൻഡ് അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് രജിസ്ട്രാർ സെക്ഷൻ 71 പ്രകാരം എന്ത് ചെയ്യുകയാണ്, ഒരു വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്തെങ്കിൽ അതിനെതിരെ 83 പ്രകാരം എന്തിനു പോകാതെ അപ്പീലിന് പോകാമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? ഇനി പറയാണ്, എനി ഓർഡർ മെയ്ഡ് വിത്ത് ലിക്വിഡേറ്റർ ഓഫ് എ സൊസൈറ്റി ഇൻ എക്സസൈസ് ഓഫ് പവർ കൺഫേർഡ് ഓൺ ഹിം ബൈ സെക്ഷൻ 73. ഇപ്പൊ വകുപ്പ് 73 പ്രകാരം രജിസ്ട്രാർ, അല്ലെ, വകുപ്പ് 73 പ്രകാരം രജിസ്ട്രാറിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനമൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനെതിരെ എന്താണ്, സെക്ഷൻ 83 പ്രകാരം അപ്പീലിന് പോകാമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനിയും പറഞ്ഞു എനി ഓർഡർ മെയ്ഡ് അണ്ടർ സെക്ഷൻ 76 ആണ്. ഓക്കെ, അത് ഈ എക്സിക്യൂഷനൊക്കെ ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിനെതിരെ എന്ത് ചെയ്യാം, 83 പ്രകാരം അപ്പീലിന് പോകാം. അടുത്താണ്, ആൻ ഓർഡർ ഫോർ അറ്റാച്ച്മെന്റ് ഓഫ് എനി പ്രോപ്പർട്ടി മെയ്ഡ് ബൈ ദ രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 78(1). ഓക്കെ, അറ്റാച്ച്മെന്റ് ആണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെയൊക്കെ എന്താണ്, സെക്ഷൻ 83 പ്രകാരമാണ് അപ്പീൽ പോകുന്നത്. സെക്ഷൻ 70 പ്രകാരമുള്ള കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും നമ്മൾ 82 പ്രകാരം അപ്പീലിന് പോകുക. ബാക്കി എല്ലാ കാര്യങ്ങളും സെക്ഷൻ 83 പ്രകാരമായിരിക്കും അപ്പീൽ പോകുക. അപ്പൊ ഇവിടെയും ഇങ്ങനെ ഒരു ഉത്തരവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെ, ഇവിടെയും എത്ര ദിവസത്തിനകമായിട്ട് അപ്പീലിന് പോകണം, 60 ദിവസത്തിനകമായിട്ട് അപ്പീൽ പോകണം. ആൻ അപ്പീൽ അണ്ടർ സബ്സെക്ഷൻ 1 ഷാൾ ബി മെയ്ഡ് വിത്തിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഓർഡർ ഓർ ഡിസിഷൻ. അങ്ങനെ ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു ഉത്തരവോ വന്ന് 60 ദിവസത്തിനകമായിട്ട് ഇവിടെയും അപ്പീലിന് പോകണം എന്ന് ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഇനി പറയാണ്, ഇഫ് ദ ഓർഡർ ഓർ ഡിസിഷൻ വാസ് മെയ്ഡ് ബൈ ദ രജിസ്ട്രാർ ടു ദ ഗവൺമെന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞ ഇപ്പൊ ഇത്രയും കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. നോക്കി, ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, അല്ലേ? നോക്കി, എ മുതൽ ഇതുണ്ടോ ഐ വരെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ പറയുകയാണ്, ഇങ്ങനെ ആ കാര്യങ്ങൾ, അതായത് രജിസ്ട്രാറും ഗവൺമെന്റും ആയിരിക്കും ഇവിടുത്തെ അധികാരികൾ ഓർത്ത് വെച്ചേക്കുക. ഞാൻ പറഞ്ഞുതരാം. ഒരു സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരമുള്ള സബ്സെക്ഷൻ 2 പ്രകാരമുള്ള രജിസ്ട്രാറിന്റെ, അല്ലെ, RCSന്റെ ഓർഡറോ ഡിസിഷനോ ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ
ഓർത്ത് വെച്ചേക്കുക. സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരമുള്ള രജിസ്ട്രാറിന്റെ ഓർഡറോ ഡിസിഷനോ ആണെങ്കിൽ അതിനെതിരെ അപ്പീലിന് പോകുന്നത് എവിടെയായിരിക്കും? അതിനെതിരെ അപ്പീലിന് പോകുന്നത് RCCന് മുൻപാകെ. ഇനിയും പറയുകയാണ്, സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള RCCന്റെ ഓർഡർ ഡിസിഷനെതിരെയാണെങ്കിൽ അതിനെതിരെ അപ്പീൽ പോകുന്നത് ഗവൺമെന്റിന്റെ മുൻപാകെ ആയിരിക്കും. ഇപ്പൊ മെയിൻ രജിസ്ട്രാറിന്റെ ഉത്തരവുകളോ തീരുമാനങ്ങളോ ആണെങ്കിൽ അതിനെതിരെ അപ്പീലിന് പോകുന്നത് ഗവൺമെന്റിന് മുൻപാകെയും. ഇനിയും പറയുകയാണ് എന്താണ്, സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരമുള്ള രജിസ്ട്രാറിന്റെ ഒക്കെ തീരുമാനങ്ങളോ ഉത്തരവുകളോ ഒക്കെ ആണെങ്കിൽ അതിനെതിരെ അപ്പീൽ പോകുന്നത് രജിസ്ട്രാറിന്റെ അടുത്തായിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 83 പറയുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഇത്തരം കാര്യങ്ങൾ ഓക്കെ അല്ലേ? ആലോചിച്ച് നോക്കി. 81, 82, 83 കേട്ടോ. 81, 82, 83 നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ട്രിബ്യൂണൽ, അപ്പീൽ ടു ട്രിബ്യൂണൽ, അപ്പീൽ ടു അതർ അതോറിറ്റി. നമുക്കിവിടെ ഏകദേശം പറഞ്ഞു 81 മുതൽ 87 സെക്ഷൻ വരെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് നമ്മൾ പാർട്ട് 1 ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ബാക്കി കാര്യങ്ങൾ ഓക്കെ. ഇപ്പോൾ റിവിഷന് റിവ്യൂ ഒക്കെയാണ് വരിക. റിവിഷന് റിവ്യൂ, ഇന്റർലോക്യൂട്ടറി ഓർഡർ, പിന്നെ രജിസ്ട്രാറും ഗവൺമെന്റും റിവിഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ആ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്തരം കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, KS കാർഡ് ബാങ്കിനും JCI അല്ലേ, എന്താണ് പറയുക, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്കുള്ള JCIക്ക് ഒക്കെ ചോദ്യങ്ങൾ വരാം. ഈ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. അപ്പം അത്രത്തോളം ഞാൻ പറഞ്ഞ പോയിന്റ്സുകൾ അവിടെ പ്രോപ്പറായിട്ട് ചില പോയിന്റ്സുകൾ ഞാൻ വീണ്ടും എടുത്ത് പറഞ്ഞു, ദിവസങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കി വെക്കുക. കാണാപ്പാടം പഠിക്കേണ്ട, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനിയും രസകരമായിട്ടുള്ള സെക്ഷൻസുകളൊക്കെ ഇനി അടുത്ത ക്ലാസ്സിലായിരിക്കും വരിക. ഇത്രയും നമുക്ക് രസകരമല്ല. ഓക്കെ. ഇതിന് രസകരമായിട്ടുള്ള നല്ല നല്ല ഉദാഹരണങ്ങളൊക്കെ വെച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓഫർ തരികയാണ്, JCI ആൻഡ് KS കാർഡ് ബാങ്കിന്റെ കോംബോ. രണ്ട് എക്സാമിനും കൂടെ ഒറ്റ കോഴ്സിൽ പഠിക്കാം. ഇപ്പം നമ്മുടെ ബാച്ചിന്റെ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെക്കോർഡർ ക്ലാസ്സസ് ഉണ്ട്. കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് റെക്കോർഡർ ക്ലാസ്സസ്, അതിന്റെ ലൈവുകളുണ്ട്. പിന്നെ നിങ്ങൾക്ക് ക്യാപ്സ്യൂൾ രീതിയിൽ പഠിക്കാം, ക്യാപ്സ്യൂൾ നോട്ട്സുകളുണ്ട് ചെറിയ രീതിയിൽ. പിന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, മെന്ററിന്റെ സപ്പോർട്ടോടെ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ പ്രോപ്പറായിട്ട് ടോപ്പിക് വൈസ് എക്സാം ആൻഡ് ഫുൾ സിലബസ് മോഡൽ എക്സാംസും ഉണ്ടായിരിക്കും. ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ ഈ ഒരു ടോപ്പിക്ക് കഴിയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ, പിന്നെ അതോടൊപ്പം തന്നെ എന്താണ് കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസുകൾ. പിന്നെ ഇന്നും എന്താണ് നമുക്ക് റെക്കോർഡർ ക്ലാസ്സസ് ഓൾറെഡി നമ്മൾ ആഫ്റ്റർ ആണ് ക്ലാസ്സസ് തരിക. ഓൾറെഡി റെക്കോർഡർ ക്ലാസ്സസ് ഉണ്ട്. അതിന് ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ആയി ബന്ധപ്പെട്ട് അതിൻ്റെ എന്താണ് പറയുക ലൈവ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9961076915 or 9074988079 or 9074837273. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ അറിയുക. നമ്മുടെ ബാച്ചസിൽ ജോയിൻ ചെയ്യുക. നന്നായിട്ട് പഠിച്ച് വിജയിക്കുക. ഓക്കെ, താങ്ക് യു.